അതുപോലെ എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ നമ്മൾ സംഘടിപ്പിച്ച പ്രോഗ്രാമിൽ ഒരു ക്രൈസ്തവ സുഹൃത്ത് ഇങ്ങനെ കടന്നു വന്നു. നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, ലിബറലിസം, മതനിരാസം, അതുപോലെ തന്നെ സാമൂഹ്യ ദുരന്തങ്ങൾ, അതുകൊണ്ട് ഉണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ച് അദ്ദേഹം ഇങ്ങനെ വന്നിട്ട് അവസാനം മൈക്ക് എടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ നല്ല കാര്യങ്ങളാണ്, നിങ്ങൾ ഇതിവിടെ മാത്രം പറയേണ്ടതല്ല, കേരളത്തിൽ ഒട്ടാകെ നിങ്ങൾ എല്ലാ സ്ഥലത്തും പോയി പറയണം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയത്. ഇതേപോലെ തന്നെ അനുഭവം നമ്മൾ കണ്ണൂർ സ്ട്രീറ്റ് ലോഗ് നടത്തി. സ്ട്രീറ്റ് ലോഗ് എന്ന് പറയുമ്പോൾ ഒരു സദസ്സൊന്നും ഉണ്ടാവില്ല, സ്ട്രീറ്റിലേക്ക് നമ്മളിപ്പോൾ അവിടെ ബസ് കാത്തു നിൽക്കുന്ന ആൾക്കാർ, ബസ് കയറി പോകുന്ന ആൾക്കാർ, ഇവരൊക്കെയാണ് ഓഡിയൻസ് ആയിട്ട് ഉണ്ടാവുക. ചില ആൾക്കാർ ബൈക്കൊക്കെ നിർത്തിയിട്ട് ഇത് കേൾക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മളിതിങ്ങനെ സ്ട്രീറ്റ് ലോഗിൽ സംസാരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് കൈയടിക്കുകയാണ്. നോക്കുമ്പോൾ ഒരു 80-90 വയസ്സൊക്കെ ഉള്ള പ്രായമുള്ളൊരു ഹൈന്ദവനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് നമ്മളോട് പറഞ്ഞു, പിന്നെ ഇത് നിങ്ങൾ എല്ലാവരും പറയണം, ഇത് സമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ആ സമയത്തുണ്ട്. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് നമ്മുടെ ദൗത്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലം എന്ന പ്രമേയം മുന്നോട്ട് വെച്ചിട്ടാണ് കേരള സ്റ്റുഡൻസ് കോൺഫറൻസ്, വിസിറ്റന്റ് സ്റ്റുഡൻസ് നടത്തുന്ന പെരിന്തൽമണ്ണയിൽ മെയ് 11-ാം തീയതി നടക്കാതിരിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ ഭാഗമായിട്ട് വിവിധ പ്രോഗ്രാമുകൾ നമ്മൾ നടത്തുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ധർമ്മസമര സംഗമം. നാട് നീളെ മുക്കുമൂലകളിലും നമ്മൾക്ക് മുന്നോട്ട് വെക്കാനുള്ള ആശയം ഇത് തന്നെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിന്റെ വിവിധ തെരുവുകളിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രധാനപ്പെട്ട ടൗണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ഇറങ്ങുകയാണ്. ഞങ്ങൾ ഇപ്പോൾ വിദ്യാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചകൾ പലപ്പോഴും നെഗറ്റീവായിട്ട് മാത്രമാണ് പോകുന്നത്. അല്ല, ഇവിടെ ഈ ലഹരിക്കെതിരായി ഒരു ധർമ്മസമരത്തിന് കൂപ്പുകൂട്ടുന്ന ഒരു വിദ്യാർത്ഥിത്വം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലൈംഗിക അരാജകത്വങ്ങൾക്കെതിരായി, അതുപോലെ തന്നെ മതനിരാസത്തിനെതിരായി, സമൂഹത്തിൽ നിലനിൽക്കുന്ന തിന്മകൾക്കെതിരായിക്കൊണ്ട് ശബ്ദമുയർത്തുന്ന ഒരു വിദ്യാർത്ഥിത്വത്തെ നിങ്ങൾ കാണാൻ പോവുകയാണ്. അടുത്ത ആഴ്ച കേരളത്തിൻ്റെ വിവിധ ടൗണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ധർമ്മസമര സംഗമങ്ങൾ നടത്തുമ്പോൾ, വിദ്യാർത്ഥികൾ ധർമ്മത്തിനു വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ, നിങ്ങളുടെ അടുത്തുള്ള ടൗണുകളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള സംഗമത്തിൻ്റെ ഭാഗമാകാനും അതിൻ്റെ സംഘാടനത്തിൽ വിദ്യാർത്ഥികളെ സഹായിക്കാനും ശ്രദ്ധിക്കണമെന്നുള്ളതാണ് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരുമയാലെ ഒന്ന് ചേർന്ന് നിൽക്കുവാനൊരു ദിനം വിദ്യാർത്ഥികൾ വിളിച്ചു ചേർക്കും ധർമ്മസമര സംഗമം.